കെ മുരളീധരനെ കോൺഗ്രസുകാർക്ക് പോലും വലിയ വിലയില്ലാതായിട്ട് കാലം കുറയായി. തന്നെ കൊണ്ട് കൂടിയാൽ കൂടുന്നത് പറഞ്ഞാൽ മതിയെന്ന് പലപ്പോഴും പൊതുജനം പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ വലിയ വീരവാദങ്ങൾ പറയാൻ മുരളീധരനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഇന്നലെ പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയായിരുന്നു മുരളീധരൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇനി ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഒഴിപ്പിച്ച് കോൺഗ്രസിനെ അവരോധിക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് തോന്നും മുരളീധരന്റെ വെളിപ്പാടുകൾ കേട്ടാൽ. ഇപ്പോൾ വീണ്ടും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സന്താനോൽപാദന ശേഷി ഇല്ലാത്ത ആളെപ്പോലെയാണ് പിണറായിയുടെ അവകാശവാദമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. KPCC സംവിധാൻ ബച്ചാവോ പൊതുസമ്മേളനത്തിലായിരുന്നു വിവാദ പരാമർശം. സ്വന്തം സംസ്കാരത്തിന് ഉതകുന്ന തരത്തിൽ മാത്രമേ ഏതൊരാൾക്കും സംസാരിക്കാൻ കഴിയൂ. ഇനി മന്ത്രിയാണെങ്കിലും പോലീസ് ആണെങ്കിലും സ്വന്തം വ്യക്തിത്വം മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിക്കെതിരെ എത്ര സംസ്കാരമില്ലാത്ത നികൃഷ്ടമായ വാക്കുകളാണ് കോൺഗ്രസ് നേതാവിന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് കേൾക്കണം. ഒന്നുമില്ലെങ്കിലും കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന ബഹുമാനപ്പെട്ട നേതാവ് കരുണാകരന്റെ മകനാണ് താൻ എന്നുള്ള സാമാന്യ ബോധമെങ്കിലും സ്വന്തം സംസ്കാരത്തിൽ ഉണ്ടാകേണ്ടതല്ലേ. കോൺഗ്രസുകാർക്ക് മാത്രമാണ് ഓരോ പദ്ധതിയുടെയും ഓരോ സ്ഥാനങ്ങളുടെയും അച്ഛനെ ചൊല്ലിയുള്ള സംശയം. അതെന്താണ് കോൺഗ്രസുകാർക്ക് ഇത്രയും പിതൃത്വത്തിനെ ചൊല്ലിയുള്ള സംശയമെന്ന് പൊതുജനത്തിന് അറിയില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കൃത്യമായ നിയന്ത്രണം നടത്താൻ പിതൃത്വം പറയാൻ ഒരാളില്ലാത്തതിന്റെ കുറവാണ് ഇതൊക്കെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. UDFന്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ LDF ശ്രമിക്കുന്നു എന്നും ഒരു നാണവും ഇല്ലാതെ UDF പദ്ധതികളുടെ പിതൃത്വം പിണറായി ഏറ്റെടുക്കുകയാണ് എന്നും സന്താനോൽപാദന ശേഷിയില്ലാത്ത ആള് അയൽ വീട്ടിലെ കുട്ടിയോട് ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായിയുടെ അവകാശവാദം എന്നുമാണ് കെ മുരളീധരന്റെ വിവാദ പ്രസ്താവന. UDFന്റെ കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരാളും തയ്യാറാകില്ല എന്നെങ്കിലും മുരളീധരൻ മനസ്സിലാക്കണം. അത്രമാത്രം തലതെറിച്ച കുട്ടികളാണ് UDFനകത്ത് ഇപ്പോഴും ഉള്ളത്. അതേസമയം അധിക്ഷേപത്തിന് പിന്നാലെ ന്യായീകരണവുമായും മുരളീധരൻ രംഗത്തെത്തി. വിമർശനം കടുത്തില്ലെന്നും വ്യക്തിപരമായ അധിക്ഷേപമല്ലെന്നും പറയേണ്ടി വന്നാൽ ഇനിയും പറയുമെന്നും മുരളീധരൻ പറഞ്ഞു. അപ്പോൾ മുരളീധരന് കരുണാകരന്റെ പിതൃത്വം കിട്ടാത്തതാണ് പ്രശ്നം എന്ന കാര്യം ഉറപ്പായി. വിഴിഞ്ഞം പദ്ധതിക്ക് ഇത്രയും പിതാക്കന്മാർ മുന്നോട്ട് വരാനുള്ള ഒരേ ഒരു കാരണം അത് വലിയൊരു വിജയമായി മാറിയത് കൊണ്ട് മാത്രമാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് അത് ക്രിയാത്മകമായി കാലേ കൂട്ടി നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്ന് ഈ പറയുന്നവർ കുറച്ചെങ്കിലും ഓർക്കണം. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും തരാതെയും തന്ന തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യത്തിലും ഇത്രയും വേഗത്തിൽ തുറമുഖം നടപ്പിലാക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനത്തിന് അഭിനന്ദനം പോലും നൽകാതെ തറക്കില്ലിട്ടവരും കുറ്റിയടിച്ചവരും ഒക്കെ കൂടി ഇതിനു വേണ്ടി തല്ലുകൂടുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഇനിയെങ്ങാനും വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഒരു കോട്ടമുണ്ടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പിണറായി സർക്കാരിന്റെ ഭരണ പരാജയമാകും. വിജയം മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതും പരാജയം മുഴുവൻ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വവും എന്ന് പറയാവുന്ന മുട്ടാമ്പോക്ക് ന്യായം മതിയാക്കാനായില്ലേ കോൺഗ്രസുകാർക്ക്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ, സതീശൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വിഴിഞ്ഞം പദ്ധതി പോയിട്ടൊരു പൊട്ടക്കുളമെങ്കിലും വൃത്തിയാക്കാൻ കഴിയുമായിരുന്നോ എന്ന് UDFലെ നേതാക്കന്മാർ സ്വയം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.